Hello guys, welcome to Phone Menu YouTube channel. സ്വാഗതം. സോ നമ്മൾ ഇന്ന് ചെയ്യുന്നത് Oppo Reno7 Proയുടെ റിവ്യൂ വിത്ത് പ്രോസ് ആൻഡ് കോൺസ് ആണ് ചെയ്യുന്നത്. സോ ഇപ്പോൾ എനിക്ക് നമ്മുടെ സ്റ്റാർലൈറ്റ് ബ്ലാക്ക് എന്നുള്ള കളറാണ്. സോർട്ട് ഓഫ് നമ്മുടെ ഒരു മാറ്റ് ഫിനിഷ്, ഒരു ഫ്ലോറൈറ്റ് ഏജ് പോലത്തെ ഒരു മാറ്റ് ഫിനിഷാണ് ബാക്കിൽ വരുന്നത്. അത് കൂടാതെ തന്നെ സ്റ്റാർലൈറ്റ് ബ്ലൂ എന്ന് പറഞ്ഞ കളർ. സോ കുറച്ചും കൂടി ഒരു ഫാൻസി അല്ലെങ്കിൽ ഒരു യൂണീക്ക് ലുക്ക് വേണമെങ്കിൽ നമ്മുടെ സ്റ്റാർലൈറ്റ് ബ്ലൂ എടുക്കുക, അല്ലെങ്കിൽ നമ്മുടെ ന്യൂട്രൽ കളറാണ് നമ്മുടെ ഈ ഒരു സ്റ്റാർലൈറ്റ് ബ്ലാക്ക് തന്നെ. എനിക്ക് കുറച്ചും കൂടി പേഴ്സണൽ പ്രിഫറൻസ് എനിക്ക് ഈ കളറാണ് കുറച്ചും ഇഷ്ടപ്പെട്ടത്. ദാറ്റ് മീൻസ് ആ ഒരു ബ്ലാക്കിൻ്റെ ഒരു യുണീക്ക് ഫിനിഷാണ് വരുന്നത്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് നമുക്ക് ഇതിൻ്റെ സ്റ്റാർട്ടിങ് തന്നെ നമുക്ക് ഇതിൻ്റെ കോൺസിൽ നിന്ന് തന്നെ തുടങ്ങാം. സോ നമ്മുടെ Oppo Reno7 Proയുടെ കോൺ. സോ ഈ കോൺസ് പറയുമ്പോൾ ഞാൻ കമ്പയർ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സെഗ്മെൻറ്റുള്ള V23 Pro അതുപോലെ 9RT Mi11T Pro വെച്ച് ജസ്റ്റ് ഒരു കോൺസ് എന്ന് പറയാൻ ജസ്റ്റ് ഏരിയാസ് ഓഫ് ഇമ്പ്രൂവ്മെൻ്റ് ആണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഇതിൻ്റെ പ്രൊട്ടക്ഷൻ നോക്കാം. സോ പ്രൊട്ടക്ഷൻ ഫ്രണ്ട് വന്ന് കോണിംഗ് ഗ്ലാസ് 5ൻ്റെ പ്രൊട്ടക്ഷൻ ഫ്രണ്ടിൽ വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ Mi11T Pro നോക്കുകയാണെങ്കിൽ കോണിംഗ് ഗ്ലാസ് 7, ബട്ട് സ്റ്റിൽ നല്ല രീതിയിൽ കോണിംഗ് ഗ്ലാസ് 5 പ്രൊട്ടക്ഷൻ വന്നിട്ടുണ്ട്. പിന്നെ അതേപോലെ ബാക്കിലും പ്രൊട്ടക്ഷൻ നൽകിയിട്ടുണ്ട്, നല്ല കാര്യം. പക്ഷേ പാൻഡ ഗ്ലാസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. നമുക്കിപ്പോൾ 9RT ഒക്കെ കോണിംഗ് ഗ്ലാസ് 5 ആണ്, അങ്ങനത്തെ ഒരു പ്രൊട്ടക്ഷനാണ് പാൻഡ ഗ്ലാസ്. കുഴപ്പമില്ല, ഒരു നൈസ് പ്രൊട്ടക്ഷനാണ്, ബട്ട് ഒരു കോണിംഗ് ഗ്ലാസ് 5 ആണ് കുറച്ചുകൂടി അടിപൊളിയാണ്. പിന്നെ നമ്മൾ നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ സ്ക്രീൻ റിഫ്രഷ് റേറ്റ് വന്നു കഴിഞ്ഞാൽ ജസ്റ്റ് 90 Hz ആണ് വന്നിട്ടുള്ളത്. കണ്ടോ? അപ്പോൾ സോ നിങ്ങൾ വൺസ് യൂസ്ഡ് ടു 120 Hz ആണ് നിങ്ങൾക്ക് ചെറിയൊരു മിസ്സിങ് പോലെ ഫീൽ ചെയ്യും, ബിക്കോസ് ഇത് ജസ്റ്റ് 90 Hz ലോക്ക് ചെയ്യുകയാണ്. കേട്ടോ, സ്ക്രീൻ റിഫ്രഷ് റേറ്റ് സ്റ്റാൻഡേർഡും ഹൈ ആണ്. സ്റ്റാൻഡേർഡ് 60 Hz ഹൈ ആണ് 90 Hz. സോ ഒരു 120 ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടി അടിപൊളിയായാണ്. ബാക്കി എനിക്ക് സീനും തോന്നിയില്ല. പിന്നെ ഇതിൻ്റെ പ്രൊസസ്സർ വന്നിട്ട് Dimensity 1200 ആണ്. സോ നല്ല പ്രൊസസ്സറാണ് Dimensity 1200, നല്ല കേപ്പബിൾ ചിപ്പാണ്, പ്രൂവൺ ചിപ്പാണ്. പക്ഷേ നമ്മുടെ ഈ സെഗ്മെൻറ്റ് നമ്മുടെ Mi11T Pro നോക്കുവാണെങ്കിൽ സ്നാപ്ഡ്രാഗൺ 888 ആണ്. അതുപോലെ തന്നെ നമ്മുടെ 9RT നോക്കുവാണെങ്കിൽ സ്നാപ്ഡ്രാഗൺ 888 ആണ്. സോ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ സ്നാപ്ഡ്രാഗൺ 888 എന്ന് പറഞ്ഞാൽ ടോപ്പ് ഓഫ് ദ ലൈൻ എന്ന് പറഞ്ഞ രീതി. കാരണം ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് ആണ് ഡിസൈൻ ആൻഡ് ക്യാമറ ആണ്. അതിനൊക്കെ കുറിച്ച് വരാം. ക്യാമറ സാമ്പിൾസ് ഒക്കെ ഞാൻ എടുത്തിട്ടുണ്ട്, അതിനെക്കുറിച്ച് നമുക്ക് വരാം. അതിന് മുമ്പ് നമുക്ക് ഇതിൻ്റെ ബാക്കി കോൺസ് നോക്കുകയാണെങ്കിൽ സ്നാപ്ഡ്രാഗൺ 888 എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി അടിപൊളിയാണ്. ആൻഡ് നെക്സ്റ്റ് കാര്യം, നമ്മുടെ OnePlus 9RTയുടെ സെയിം ക്യാമറ സെൻസർ ആയിട്ടുള്ള സോണി IMX766 ആണ് ഇതിന് വരുന്നത്. പക്ഷേ ഇതിന് OS ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടില്ല. പക്ഷേ അവരെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാമറയിൽ ഒരു എക്സ്ട്രാ അൾട്രാ സ്റ്റഡി എന്നൊരു മോഡ് കൊണ്ടുവന്നുകൊണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ ഞാൻ എൻ്റെ വീഡിയോ സൊല്യൂഷൻ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ, നല്ല രീതിയിൽ എന്ന് വേണം പറയാം, നല്ല രീതിയിൽ ES വെച്ചിട്ട് നല്ല രീതിയിൽ ചെയ്തിട്ട്. പക്ഷേ ഒരു OS ഉണ്ടായിരുന്നെങ്കിൽ ഒരു നെക്സ്റ്റ് ലെവലിൽ നമുക്ക് പറയാൻ പറ്റിയേനെ. ആൻഡ് നെക്സ്റ്റ് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ LPDDR4X ആണ് വരുന്നത്. ആൻഡ് UFS 3.1 ആണ് സ്റ്റോറേജ് വരുന്നത്. സോ റാം ടൈപ്പ് നമ്മൾ യൂഷ്വലി കാണുന്ന LPDDR5 ആണ്, ലൈക്ക് നമ്മുടെ 9RT Mi11T Pro ഒക്കെ നമ്മുടെ LPDDR5 ആൻഡ് UFS 3.1. ഇതും UFS 3.1, പക്ഷേ LPDDR4X വലിയൊരു ഡിഫറൻസ് ഇല്ല, എന്നാലും ഒരു ലൈറ്റ് കുറവ് പോലെ ഫീൽ ചെയ്തു. അപ്പാർട്ട് ഫ്രം ദാറ്റ് ബാക്കിയെല്ലാം അത്യാവശ്യം നല്ല രീതിയിലാണ് ഇത് പോയിരിക്കുന്നത്. സോ നമുക്ക് നെക്സ്റ്റ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള കാര്യത്തിൽ, അതായത് ഇതിൻ്റെ ബിൽഡ് ആൻഡ് ഡിസൈൻ. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഇതിൻ്റെ ഒരു സ്ലിം സെറ്റാണ് കണ്ടത്. കൈ കടിക്കാൻ നല്ലൊരു ഇൻഹാൻഡ് ഫീൽ ഉണ്ട്. പക്ഷേ എനിക്ക് പ്രോപ്പർ ഒരു ഇൻഹാൻഡ് ഫീൽ ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു സ്ലിം ആയ കാരണം ഇൻഹാൻഡ് ഫീൽ കൊള്ളാം. പക്ഷേ നമ്മൾ ഈ ബോർഡേഴ്സ് മീൻസ് ഈ ഒരു സ്ക്വയർ ആണ്, ദാറ്റ് മീൻസ് ഈ സ്ക്വയർ കട്ടായ നമ്മൾ പിടിക്കുമ്പോൾ ആ ഒരു ഗ്ലാസ് പീസ് പിടിക്കുന്ന പോലത്തെ ഒരു ഫീലാണ് കിട്ടുക. അല്ലാണ്ട് നമുക്ക് ഇവിടെ റൗണ്ടഡ് എഡ്ജസ് ആണ് നമുക്ക് കയ്യിൽ ഇൻഹാൻഡ് ഫീൽ കുറച്ചും കൂടി അടിപൊളിയാണ് എൻ്റെ ഒരു പേഴ്സണൽ പ്രിഫറൻസ്. ബട്ട് ഇത് ചിലർക്ക് ഭയങ്കര ഇഷ്ടം, കാരണം iPhone 12ൻ്റെ ഒക്കെ ഡിസൈനാണ്. സോ ഇതും അടിപൊളിയാണ്. എൻ്റെ ഒരു പേഴ്സണൽ പ്രിഫറൻസ് ആണെങ്കിൽ ഇവിടെ ഒരു ലൈറ്റ് കർവോട് നമുക്ക് പിടിക്കാം, ജസ്റ്റ് ഹൈയിൽ പിടിക്കുമ്പോൾ കുറച്ചും കൂടി ഒരു രസം ഉണ്ടായത്. ദാറ്റ് മീൻസ് നമ്മൾ ആ ഒരു ഇൻഹാൻഡ് ഫീൽ കുറച്ചും കൂടെ നന്നായില്ല. ബട്ട് ഇതിനകത്ത് നല്ലൊരു അടിപൊളി ഷാർപ്പ് ആൻഡ് ഡിസൈനാണ് നമുക്ക് വരുന്നത്. ഓക്കെ, സോ ഇതിനകത്ത് തിക്നെസ് വന്നാൽ 7.5 mm ആണ് തിക്നെസ്. ഉണ്ടോ നോക്കിയാൽ 7.5 mm തിക്നെസ്. ആൻഡ് വെയിറ്റും കുറഞ്ഞ ജസ്റ്റ് 180 grams വെയിറ്റ് വരുന്നുള്ളൂ. സോ അത് നല്ല കാര്യമാണ്. പിന്നെ കോണിംഗ് ഗ്ലാസ് 5ൻ്റെ പ്രൊട്ടക്ഷൻ ഫ്രണ്ടിൽ, പാൻഡ ഗ്ലാസിൻ്റെ പ്രൊട്ടക്ഷൻ ബാക്കിൽ ഒക്കെ വരുന്നുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഡിസ്പ്ലേക്ക് പോവാം. സോ ഗൈസ്, നമ്മുടെ Oppo Reno7 Pro ഡിസ്പ്ലേ. സോ ഇതിന് ഡിസ്പ്ലേ എന്ന് വെച്ച് കഴിഞ്ഞാൽ 6.55 ഇഞ്ചാണ് ഡിസ്പ്ലേ വരുന്നത്. ആൻഡ് 1080x2400 ആണ് ഇതിൻ്റെ പിക്സൽസ് വരുന്നത്. ആൻഡ് 402 ppi വരുന്നുണ്ട്. HD+10+ സർട്ടിഫൈഡ് ആണ്. ആൻഡ് ഡിസ്പ്ലേ ഒരു എഡ്ജ് ടു എഡ്ജ് എന്ന് പറയുന്ന രീതിയിൽ ഒരു ഫ്ലാറ്റ് പാനൽ എഡ്ജ് ടു എഡ്ജ് നിങ്ങൾക്ക് കിട്ടുന്നത് നിങ്ങൾ സൈഡ് നോക്കി അറിയാം. കണ്ടോ? ഇവിടെ ഒരു ചെറിയ ലൈറ്റ് ചിഹ്നം, ടോപ്പ് ഓൾമോസ്റ്റ് ഫുൾ ഡിസ്പ്ലേ എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് ഒരു ഡമ്മി ഫോൺ നമ്മൾ കാണുമ്പോൾ ഉള്ളൊരു ഫീൽ. ദാറ്റ് മീൻസ് ഡമ്മി ഫോൺ എന്ന് പറയുമ്പോൾ അറ്റം വരെ അതിൻ്റെ ആ ഒരു സ്റ്റിക്കർ ഒടിച്ചിട്ടുണ്ട്. ദാറ്റ് മീൻസ് ആ ഫോണിൻ്റെ ഡിസ്പ്ലേ കാണിക്കുന്നത് അത്രയ്ക്ക്. കേട്ടോ, എഡ്ജ് ടു എഡ്ജ് ആണ് ഡിസ്പ്ലേ വരുന്നത്. ബട്ട് ആക്ച്വലി എഡ്ജില്ല, ആ ഫ്ലാറ്റ് പാനലിൽ, ബട്ട് ആ ടോപ്പ് ടു ബോട്ടം വരെ നല്ല പ്യുവർ ആയിട്ടൊരു ഡിസ്പ്ലേ. സോ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഫ്ലാറ്റ് പാനൽ വെച്ച് നോക്കിയപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, ബിക്കോസ് ആ എഡ്ജ് ഫ്രണ്ട് ടോപ്പ് മുതൽ ബാക്ക് എൻഡ് വരെ ആയിട്ട് പക്കയായിട്ട് ഡിസ്പ്ലേ വന്നിട്ടുണ്ട്. സോ ഡിസ്പ്ലേ കാര്യത്തിൽ എനിക്ക് ബാഡൊന്നും അടിക്കാനില്ല. ആൻഡ് ഇഫ് നമ്മൾ Mi11T Pro ഒക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ 1 billion കളർ റിഫ്രഷ് ഉണ്ട്, അതൊന്നും നമുക്ക് ഇതിനകത്തില്ല. അതുപോലെ 90 Hz വരുന്നുള്ളൂ, 120 Hzൻ്റെ റിഫ്രഷ് റേറ്റ് വരുന്നില്ല. അപ്പാർട്ട് ഫ്രം ദാറ്റ് ഓക്കെയാണ് ഡിസ്പ്ലേ നല്ല രീതിയിൽ. നമുക്കിനി ജസ്റ്റ് ഇതിൻ്റെ സ്പീക്കേഴ്സ് നോക്കാം. സോ സ്പീക്കേഴ്സ് ക്ലീൻ ആൻഡ് ഡാൻസ്.
ഓക്കെ, സ്പീക്കേഴ്സ് ഒരു ഹൈപ്പ് വെർത്തോ കാര്യങ്ങളൊന്നുമില്ല. സ്റ്റീരിയോ എഫക്റ്റ് ഉണ്ട്, ബട്ട് നമ്മുടെ കൂടുതൽ സൗണ്ട് നമ്മൾ ബോട്ടം സ്പീക്കറിൽ സൈഡ് ഇവിടെ ഒരു ഫ്രണ്ട് ഒരു സപ്പോർട്ടിങ് സ്പീക്കർ പോലെയാണ് ഒരു ആക്ട് ചെയ്യുന്നുള്ളൂ. ഓക്കെ, സ്പീക്കർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എബവ് ആവറേജ് സ്റ്റീരിയോ സ്പീക്കേഴ്സ് എന്നാണ് പറയാൻ പറ്റുള്ളൂ. ഭയങ്കര ലൗഡ്നെസ്സും ഇല്ല, അത്യാവശ്യം സൗണ്ട് ഉള്ളതൊക്കെ നല്ല നീറ്റാണ്. ഇപ്പോൾ നമ്മൾ 9RT നോക്കുവാണെങ്കിലും ഈ ഒരു റേഞ്ച് തന്നെ അപ്രോക്സിമേറ്റ് 9RT. എനിക്ക് ഇതിനകത്ത് ഈ സെഗ്മെന്റിൽ നമ്മുടെ V23 Pro 9 V23 Proക്ക് സ്റ്റീരിയോ സ്പീക്കർ ഇല്ല, ബട്ട് നമ്മുടെ V23 Pro 9RT Mi 11T Pro ആൻഡ് ഇത് നോക്കുവാണെങ്കിൽ എനിക്ക് ബെസ്റ്റ് സ്റ്റീരിയോ സ്പീക്കേഴ്സ് വന്നത് എനിക്ക് ഇഷ്ടപ്പെട്ട Mi 11T Pro ആണ്. ഹാർമൻ കാർഡിനും നമ്മുടെ ഡോൾബി അറ്റ്മോസ് നിങ്ങളുടെ ഒരു സെറ്റപ്പിലാണ് അത്. സോ ടോപ്പ് സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഞാൻ കൊടുക്കുക നമ്മുടെ Mi 11T. ഇത് കുഴപ്പമില്ല, ഓക്കെ സ്റ്റീരിയോ സ്പീക്കർ. നമ്മുടെ 9RT ഒക്കെ ലെവലിൽ സ്റ്റീരിയോ എഫക്റ്റും കിട്ടുന്ന അത്യാവശ്യം ലൗഡ്നെസ്സും ഹൈപ്പ് വർത്തൊന്നുമില്ല സ്റ്റീരിയോ സ്പീക്കേഴ്സ്. ഓക്കെ, അപ്പാർട്ട് ഫ്രം ദാറ്റ് ഓക്കെയാണ്. ആൻഡ് ഇതിൻ്റെ പ്രൊസസ്സർ ഞാൻ ഓൾറെഡി പറഞ്ഞ Dimensity 10000 അത്യാവശ്യം കേബിൾ ചിപ്പാണ്. നിങ്ങൾ അത്യാവശ്യം നല്ല രീതിയിൽ ഗെയിംസും കളിക്കാൻ പറ്റും. ആൻഡ് ഇത് നമുക്ക് 12/256 ആണ് സ്റ്റോറേജ് വരുന്നത്. അത് മാത്രമല്ല നമുക്കൊരു 7GB എക്സ്റ്റേണൽ റാം എന്ന് പറഞ്ഞൊരു ഫീച്ചർ നമുക്ക് എക്സ്ട്രാ വരുന്നുണ്ട്. ഓക്കെ, സോ അതൊരു നൈസ് ടു ഹാവ് എന്നുള്ളൊരു ഫീച്ചറാണ്. ഓക്കെ, നമുക്ക് എബോട്ട് ഡിവൈസ് നോക്കി അറിയാം, നമ്മൾ ഇവിടെ ഒരു ഓപ്ഷൻ കിട്ടുന്നുണ്ട്, അപ് ടു 7GB വരെ നമുക്ക് റാം എക്സ്പാൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻ കിട്ടുന്നു. സോ നൈസ് ടു ഹാവ് ദാറ്റ് ഫീച്ചർ. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് നമുക്ക് ഇതിൻ്റെ ക്യാമറാസ് നമുക്ക് ക്യാമറ സാമ്പിൾസ് ഇട്ട് വാങ്ങുമ്പോൾ ജസ്റ്റ് അതിൻ്റെ ക്യാമറയുടെ സ്പെക്ക് എന്ന് പറയാം. സോ ഫസ്റ്റത്തെ ക്യാമറ നമ്മുടെ സോണി IMX766 ആണ്, നമ്മുടെ 9RT വന്ന സെയിം ക്യാമറ, ബട്ട് നോ OIS. അതിൻ്റെ രണ്ടാമത് ഒരു 8MB അൾട്രാ വൈഡ്, പിന്നെ ഒരു 2MB മാക്രോ മോഡ് റിയലി യൂസ്ഫുൾ ആണ് കേട്ടോ. ഞാൻ അതിൻ്റെ സാമ്പിൾസ് കാണിച്ചു തരാം. പിന്നെ ഒരു കളർ ടെമ്പറേച്ചർ സെൻസറാണ് വരുന്നത്, നമുക്ക് മീൻസ് ഒരു കളറിൻ്റെ അക്യുറസിക്ക് വേണ്ടി. ആൻഡ് ഫ്രണ്ടിൽ വൺ ഓഫ് ദ ബെസ്റ്റ് വെൻ കംസ് ടു ഫ്രണ്ട് ക്യാമറ എന്ന് പറഞ്ഞ പോലെ നമ്മുടെ സോണി IMX709 സെൻസറാണ് വരുന്നത്. 32MB ഒരു ക്യാമറയാണ് വരുന്നത്, f2.4 അപ്പാച്ചറൊക്കെ ഉള്ളത്. ഓക്കെ, സോ ഫ്രണ്ട് ക്യാമറ കിട്ടില്ല, ഫ്രണ്ട് ക്യാമറയാണ്. ഞാൻ അതിൻ്റെ ബാക്ക് ക്യാമറ സാമ്പിൾസ് ഒക്കെ കാണിച്ചു തരാം. അതിന് ജസ്റ്റ് ഇതിൻ്റെ കുറച്ച് ഫീച്ചേഴ്സ് ഞാൻ പറഞ്ഞുതരാം. സോ മോറിനകത്ത് നമുക്ക് എക്സ്പേർട്ട് മോഡ്, അതായത് നമ്മുടെ പ്രോ മോഡ് കിട്ടുന്നുണ്ട്. ആൻഡ് അപ്പാർട്ട് ഫ്രം ദാറ്റ് നമുക്ക് ഇതിനകത്ത് ഡയറക്റ്റായിട്ട് നമ്മുടെ എക്സ്ട്രാ എച്ച് ഡി, അത് മീൻസ് ഒരു 108MB ക്യാമറ മോഡിൽ എടുക്കുന്ന രീതിയിൽ ഫോട്ടോസ് കിട്ടാൻ വേണ്ടി എക്സ്ട്രാ എച്ച് ഡി മോഡ് ഉണ്ട്. അപ്പാർട്ട് ഫ്രം ദാറ്റ് പിന്നെ നമുക്ക് സോലോ ടെംപ്ലേറ്റ്സ് ഡുവൽ വ്യൂ എടുത്തിട്ട് മീൻസ് ഫ്രണ്ട് ആൻഡ് ബാക്ക് സെയിം ടൈം റെക്കോർഡിംഗ് ഒക്കെ പോസിബിൾ ആണ്. അതുപോലെ ഫിലിം മോഡ് ഉണ്ട്, നമുക്ക് ഇങ്ങനെയൊക്കെ റെക്കോർഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ ഫിലിം മോഡ് എടുക്കാം. സോ ടോട്ടലി അത് മാത്രമല്ല നമുക്ക് ഫോട്ടോയ്ക്കകത്ത് തന്നെ നമുക്കിവിടെ 50MB ഡെഡിക്കേറ്റഡ് മോഡ്, AI മോഡ്, പിന്നെ വീഡിയോയ്ക്ക് ഞാൻ പറഞ്ഞ പോലെ തന്നെ സ്റ്റെബിലൈസേഷൻ ഇല്ലെങ്കിൽ നമുക്ക് അൾട്രാ സ്റ്റഡിയുടെ മോഡ് കിട്ടുന്നുണ്ട്, പിന്നെ AI മോഡ് കിട്ടുന്നുണ്ട്, പിന്നെ നമ്മുടെ നൈറ്റ് മോഡ് അത്യാവശ്യം നല്ല രീതിയിലുള്ള നൈറ്റ് മോഡാണ് കിട്ടുന്നത്. പിന്നെ ഫ്രണ്ട് ക്യാമറ എക്സെപ്ഷൻ അടിപൊളി ഫ്രണ്ട് ക്യാമറയാണ് വരിക. സോ ടോട്ടലി ഇതിന് ക്യാമറ സെഗ്മെൻറ്റ് അടിപൊളിയാണ്. നമുക്ക് ഇതിൻ്റെ ക്യാമറ സാമ്പിൾസ് ഇട്ട് പോവാം. സോ ഗൈസ്, നമ്മുടെ Oppo Reno7 Proയുടെ അൾട്രാ സ്റ്റഡി മോഡ് ഓൺ ആണ്. പക്ഷേ അൾട്രാ സ്റ്റഡി മോഡിൽ നമുക്ക് 1080p at 60 FPS മാത്രമാണ് റെക്കോർഡിംഗ് നടക്കുകയുള്ളൂ. സോ അത്യാവശ്യം നല്ല സ്പീഡിൽ ഓടുന്നുണ്ട്. നമുക്ക് സ്റ്റെബിലൈസേഷൻ നോക്കാം. സോ ഇത് നമ്മുടെ സോണി IMX766 നമ്മുടെ 9RT തന്നെ സെയിം ക്യാമറ സെൻസറാണ് വരുന്നതെങ്കിലും പക്ഷേ ഇതിന് പ്രോപ്പറായിട്ടൊരു OIS ഇല്ല. 9RT OIS ഉണ്ട്, ഇത് OIS ഇല്ല. സോ EIS വെച്ചിട്ടായിരിക്കും സ്റ്റെബിലൈസേഷൻ, EISും സോഫ്റ്റ്വെയർ ഹെൽപ്പോടും കൂടിയൊക്കെ ആയിരിക്കും ഇതിൻ്റെ. സോ എത്രമാത്രം അടിപൊളിയാണെന്ന് നോക്കാം. സോ നമുക്ക് ഒന്ന് ഓടി നോക്കാം. നെക്സ്റ്റ് നമ്മൾ Oppo Reno7 Proയുടെ ചാർജിങ് ആൻഡ് ബാറ്ററി നോക്കുവാണെങ്കിൽ ഇതിനകത്ത് 65 വാട്ട് ചാർജാണ് വരുന്നത്. ഏകദേശം ഒരു 31 മിനിറ്റിൽ ഫുൾ ചാർജ് ആവും. അതുപോലെ തന്നെ 4500 mAh ഒരു പെർഫെക്റ്റ് വൺ ഡേ യൂസ്, അത്യാവശ്യം ഹെവി യൂസ് ആണെങ്കിൽ പെർഫെക്റ്റ് വൺ ഡേ കിട്ടുന്ന രീതിയിലൊരു ബാറ്ററിയാണ് വരിക. സോ നമ്മുടെ സെയിം 9RTക്ക് തന്നെ സെയിം ഒരു ബാറ്ററിയും കാര്യങ്ങളൊക്കെയാണ് വരിക ഇതിന് തന്നെ. ഇനി നമുക്കൊരു ഫൈനൽ വെർഡിക്റ്റ് ചോദിക്കുകയാണെങ്കിൽ അടിപൊളിയാണോ, സെറ്റ് എങ്ങനെയുണ്ടെന്ന് ചോദിക്കുകയാണെങ്കിൽ എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടു. ബട്ട് രണ്ട് കാര്യങ്ങളുണ്ട്, ഡിസൈൻ ആൻഡ് ക്യാമറയാണ് ഇവർ മെയിനായിട്ടൊരു ഫോക്കസ് കൊടുക്കുന്നത്. സോ അപ്പാർട്ട് ഫ്രം ദാറ്റ് നിങ്ങളൊരു പെർഫോമൻസ് ഓറിയൻ്റഡ് നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് ഇത് Mi 11T Pro അല്ലെങ്കിൽ നമ്മുടെ 9RT ചൂസ് ചെയ്യാം. ഇനി അതിൽ ഡിസ്പ്ലേക്കാണ് കുറച്ചും കൂടി നിങ്ങൾ കോൺസെൻട്രേഷൻ കൊടുക്കുന്നത്, നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് Mi 11T Pro ഡിസ്പ്ലേ എന്ന് വെച്ചാൽ മൾട്ടിമീഡിയ എക്സ്പീരിയൻസ് പ്ലസ് സ്റ്റീരിയോ സ്പീക്കേഴ്സാണ് ഉദ്ദേശിച്ചത്. ദാറ്റ് മീൻസ് നമ്മുടെ കിഡിലൻ സ്റ്റീരിയോ സ്പീക്കറാണ് Mi 11T Proയുടെ. സോ അങ്ങനെയുള്ളവരാണ് അത് ചൂസ് ചെയ്യാം. ഇനി അല്ല ക്യാമറ, അത്യാവശ്യം നല്ലൊരു ക്യാമറ തന്നെ എനിക്ക് ഇംപ്ലിമെൻറ്റേഷൻ ഇഷ്ടപ്പെട്ടു. നല്ല ക്യാമറയുടെ ഫീച്ചേഴ്സ്, എസ്പെഷ്യലി ഫീച്ചേഴ്സ്, അതുമാത്രമല്ല ഇതിൻ്റെ UIയും കൊള്ളാം. ഞാൻ ഇതിൻ്റെ UIയുടെ ഓപ്ഷനാണ്. ഇതിനകത്ത് കുറേ ബ്ലോട്ട് വേർഡ്സ് ഉണ്ട്, നമ്മുടെ ജോഷ്, സ്നാപ്ചാറ്റ്, അങ്ങനെ കുറേ ബ്ലോട്ട് വേർഡ്സ് ഉണ്ട്. ബട്ട് നമുക്കത് ഡയറക്റ്റായിട്ട് അൺഇൻസ്റ്റാൾ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിൻഫോ അൺഇൻസ്റ്റാൾ ഉണ്ടോ, നമുക്ക് അൺഇൻസ്റ്റാൾ ചെയ്യാനുള്ള ഓപ്ഷൻ ഒക്കെ ഉണ്ട്. ബട്ട് കുറേ ബ്ലോട്ട് വേർഡ്സ് കിട്ടും. പക്ഷേ UI
ഇഷ്ടം പോലെ ഫീച്ചേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുത്തി നിറച്ച് ഫീച്ചേഴ്സ് ഇട്ടേക്കുവാണ്. ഞാൻ ഇതിൻ്റെ ടിപ്സ്, ട്രിക്സ്, ഹിഡൻ ഫീച്ചേഴ്സ് ആൻഡ് സെറ്റിംഗ്സ് നോക്കുന്ന വീഡിയോ ഇതിനകത്ത് തുടർന്ന് ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്റ്റേ ട്യൂൺഡ് ആൻഡ് സബ്സ്ക്രൈബ് ഗൈസ്. പിന്നെ അപ്പാർട്ട് ഫ്രം ദാറ്റ് ബാക്കി എല്ലാം കണ്ട് ടോട്ടലി എനിക്കൊരു ഇഷ്ടപ്പെട്ടു. ഡിസൈൻ ആൻഡ് ഇതിൻ്റെ ക്യാമറ വൈസ് എനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം രണ്ടും ടോപ്പ് എൻഡ് സെൻസേഴ്സാണ്, ഫ്രണ്ടിലും ബാക്കിലും സോളിഡ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. സോ ഒരു ക്യാമറ ആൻഡ് അതുപോലെ തന്നെ ഡിസൈൻ കോൺസെൻട്രേറ്റഡ് ആൾക്കാരാണ് എങ്കിൽ ഡയറക്റ്റായിട്ട് പറഞ്ഞാൽ 12-256 39,999 വേറെ മീനോണ്ടി പ്രോ M20 പ്രോ ഒന്നും കിട്ടില്ല. സോ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ നല്ലൊരു വാല്യൂ ഫോർ മണിയാണ് 12-256 ഈ ഒരു പ്രൈസിന് കിട്ടും. സോ അത്രേ ഉള്ളൂ ഗൈസ് നമ്മുടെ Oppo Reno7 പ്രോയുടെ ഒരു റിവ്യൂ അലോങ് വിത്ത് പ്രോസ് ആൻഡ് കോൺസ്. സോ ഗൈസ് ദാറ്റ്സ് ഓൾ ഫോർ ഡേ. സൈനിങ് ഓഫ്. ഇറ്റ്സ് ഫോൺ മാനിയ.